കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശ്വേതാ മേനോന് അനുകൂലമായ വാദങ്ങൾ മാത്രം. താരസംഘടനയായ അമ്മയിലെ അഡ്ഹോക് കമ്മിറ്റിയുടെ നിയമസാധുതയെ ചോദ്യം ചെയ്ത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പൂർണ്ണരൂപം പുറത്ത്. ശ്വേതാ മേനോനെ ന്യായീകരിച്ച് സംഘടനയിലെ ചിലർ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ പകർപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. ജനറൽ ബോഡിയിൽ നടന്ന ചർച്ചയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുത്താതെയാണ് റിപ്പോർട്ട്. ശ്വേതാ മേനോനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ വാദങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 23 വർഷത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് യൂണിയൻ തിരിച്ചുപിടിച്ചു. മികച്ച വിജയം നേടി SFI. സംസ്ഥാനത്തെ ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ SFIക്ക് മികച്ച വിജയം. നേരത്തെ നഷ്ടമായ മെഡിക്കൽ കോളേജ് യൂണിയനുകളടക്കം തിരിച്ചുപിടിച്ചാണ് SFI മുന്നേറ്റം. 23 വർഷങ്ങൾക്ക് ശേഷം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ SFI തിരിച്ചുപിടിച്ചതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ മുന്നേറ്റം. 4 വർഷത്തിന് ശേഷം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയനും 2 വർഷത്തിന് ശേഷം കണ്ണൂർ പെരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയനും SFI തിരിച്ചുപിടിച്ചു. UDFിനൊപ്പം ചേരുമെന്ന സൂചന നൽകി വി ശിവൻകുട്ടി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ അവിശ്വാസ പ്രമേയത്തിൽ UDFിനൊപ്പം ചേരുമെന്ന സൂചന നൽകി CPIM നേതാവ് വി ശിവൻകുട്ടി. UDFിനൊപ്പം ചേരാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ല, പക്ഷേ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമാകുന്നു. എല്ലാ കാലത്തും ആ കസേരയിലിരിക്കാൻ BJPക്ക് കഴിയില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. കൗൺസിൽ ഹാളിൽ എല്ലാ മേയർമാരുടെയും ഫോട്ടോയുണ്ട്, എന്നാൽ 5 വർഷം പൂർത്തിയാക്കി നിങ്ങളുടെ ഫോട്ടോ അതിൽ വരില്ലെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. നഗരസഭയ്ക്കെതിരായുള്ള പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. LDF പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയതോടെ ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് UDF പിന്മാറി. സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ. കേരളത്തിലെ പ്രധാന നഗരങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമായി രാത്രികാല പിങ്ക് ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കും. ഗതാഗത വകുപ്പ് 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് സർവീസുകൾ. ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് KSRTC നവീകരിക്കുക, സ്പോൺസർഷിപ്പ് വഴി ബസ്സുകൾ സംഭാവന ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കും. BJP കൗൺസിലർ സുഗതന് ജാമ്യമില്ല, അപേക്ഷകൾ തള്ളി കോടതി. കോർപ്പറേഷനിലെ BJP കൗൺസിലർ R സുഗതന്റെ 2 ജാമ്യാപേക്ഷകളും നെടുമങ്ങാട് കോടതി തള്ളി. മാർച്ചിൽ വട്ടിയൂർക്കാവ് വെള്ളക്കടവ് ജംഗ്ഷനിൽ വെച്ച് അരുവിപ്പുറം കുളുമല സ്വദേശി പ്രശാന്തിനെ മർദ്ദിച്ചതാണ് ഒരു കേസ്. കഴിഞ്ഞ മാസം കാപ്പ കേസിൽ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസുകാരെ ആക്രമിച്ചാണ് 2ാമത്തെ കേസ്. കാപ്പ ചുമത്തി വിയ്യൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് സുഗതൻ. മോഹൻലാൽ DFOയ്ക്ക് നൽകിയ അപേക്ഷ വൈൽഡ് ലൈഫ് വാർഡന് കൈമാറി. നടൻ മോഹൻലാൽ കൈവശമുള്ള ആനക്കൊമ്പ് വനം വകുപ്പിന് സറണ്ടർ ചെയ്യും. ഇത് സംബന്ധിച്ച് മലയാറ്റൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ കഴിഞ്ഞ മാർച്ചിൽ നൽകിയ അപേക്ഷ തുടർ നടപടികൾക്കായി ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൈമാറി. ഹൈക്കോടതി നിരീക്ഷണത്തെ തുടർന്ന് വനം വകുപ്പ് പ്രഖ്യാപിച്ച ഒറ്റത്തവണ പൊതുമാപ്പ് സൗകര്യം പ്രയോജനപ്പെടുത്തിയാണ് മോഹൻലാൽ ആനക്കൊമ്പ് സറണ്ടർ ചെയ്യാൻ ഒരുങ്ങുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മോഹൻലാലിന്റെ കൊച്ചിയിലുള്ള വസതിയിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. സ്റ്റാഫുകൾക്കിടയിൽ ഭിന്നത. മന്ത്രി K മുരളീധരന്റെ 2 പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. ആരോഗ്യമന്ത്രി K മുരളീധരന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ രാജിവെച്ചു. അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ശ്രീലാൽ, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ഗോവിന്ദരാജ് എന്നിവരാണ് രാജിവെച്ചത്. സ്റ്റാഫ് അംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. അതേസമയം വ്യക്തിപരമായ കാരണങ്ങൾ എന്നാണ് പുറത്തുപോയവർ വിശദീകരിക്കുന്നത്. രാജിവെച്ച 2 പേർക്ക് പകരം ആളെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. വിൽക്കാത്ത ലോട്ടറിക്ക് സമ്മാനമടിച്ചു. ലോട്ടറി ഡയറക്ടറേറ്റിൽ പുതിയ വിവാദം. സംസ്ഥാനത്ത് വിൽക്കാത്ത ലോട്ടറിക്ക് സമ്മാനമടിച്ചു. നെയ്യാറ്റിൻകരയിലെ ലോട്ടറി ഓഫീസിൽ നിന്നും വിൽക്കാത്ത പട്ടികയിലുള്ള ലോട്ടറി ടിക്കറ്റുകളുമായാണ് പലരും വിവിധ ഓഫീസുകളിലെത്തിയത്. 5000-ഉം താഴെയുമുള്ള സമ്മാനം ലഭിച്ചുവെന്നാണ് ടിക്കറ്റ് ഹാജരാക്കിയവർ അവകാശപ്പെടുന്നത്. സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് INTUC രംഗത്തെത്തി. പരാതി ലഭിച്ചിട്ടും ലോട്ടറി വകുപ്പ് പോലീസ് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ല. വനിതാ കൗൺസിലർക്ക് നേരെ കത്തിവീശി പരാതിയുമായി എത്തി വയോധികൻ. അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിൽ പ്രകോപിതനായി നഗരസഭാ ഓഫീസിലെത്തിയ വയോധികൻ വനിതാ കൗൺസിലർക്ക് നേരെ കത്തിവീശി. തിരൂർ നഗരസഭയിലെ 36-ാം വാർഡ് കൗൺസിലർ ഗീത പള്ളിയേരിക്ക് നേരെയാണ് അതിക്രമമുണ്ടായത്. പ്രതിയായ KG പടി സ്വദേശി ചെമ്പഞ്ചേരി കൃഷ്ണൻകുട്ടിയെ ഓഫീസിലുണ്ടായിരുന്ന യുവാക്കൾ ചേർന്ന് തടയുകയും കയ്യിലുണ്ടായിരുന്ന കത്തി പിടിച്ചു വാങ്ങുകയുമായിരുന്നു. വയോധികനും തിരൂർ നഗരസഭ 36-ാം വാർഡിലെ താമസക്കാരനായ KG പടി സ്വദേശി ചെമ്പഞ്ചേരി കൃഷ്ണൻകുട്ടിയാണ് ആനുകൂല്യങ്ങൾ നിഷേധിച്ചതിൽ ക്ഷുഭിതനായി നഗരസഭാ ഓഫീസിലെത്തി വാർഡ് കൗൺസിലറായ ഗീത പള്ളിയേരിയെ കത്തികൊണ്ട് കുത്താൻ ശ്രമിച്ചത്.
കട്ടപ്പനയിലെ നിക്ഷേപകന്റെ ആത്മഹത്യ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് നടപടി. അന്വേഷണം ആവശ്യപ്പെട്ട് സാബുവിന്റെ ഭാര്യ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയെ സമീപിച്ചിരുന്നു. 2024 ഡിസംബർ 20-നായിരുന്നു സാബു കട്ടപ്പന റൂറൽ സർവീസ് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. നിക്ഷേപിച്ച പണം ഭാര്യയുടെ ചികിത്സയ്ക്കായി പിൻവലിക്കാൻ ചെന്നപ്പോൾ ജീവനക്കാർ അപമാനിച്ചെന്നായിരുന്നു പരാതി.